നമസ്കാരം. ഔർ ടി വി 24/7 ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു അതിഥിയാണ്. സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറിയുടെ എല്ലാമായ ദിത്യനാണ്. നമസ്കാരം ദിത്യൻ. നമസ്കാരം. ശരിക്കും ദിത്യൻ പ്രൊഫഷണലി ഒരു എഞ്ചിനീയർ ആണ്, ആർട്ടിസ്റ്റ് ആണ്. അപ്പം ഈ മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് ബാസ്ക്കറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്? ആക്ച്വലി നമ്മൾക്ക് നാട്ടിലെ ടേസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടാറില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആ നാട്ടിലെ ടേസ്റ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളെ കഴിക്കാറുള്ളൂ, നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാറില്ല. അപ്പൊ അതന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 6 മാസത്തോളം ഒരു ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് വന്നതാണ് സ്വീറ്റ് ബാസ്ക്കറ്റ്. ശരിക്കും ഞാൻ സ്വീറ്റ് ബാസ്ക്കറ്റിൽ നേരത്തെ വന്നിരുന്നു. ഇവിടുത്തെ ഈ പറയുന്നത് ഇതൊക്കെ ശരിയാണോ എന്ന് ടേസ്റ്റ് ചെയ്തിരുന്നു. സത്യത്തിൽ 100%ഉം നമ്മുടെ നാടിന്റെ അതേ ടേസ്റ്റിൽ തന്നെ എല്ലാ ബേക്കറി ഐറ്റംസും, ഇപ്പം അലുവ ആയിരുന്നാലും ലഡു ആയിരുന്നാലും അങ്ങനെയുള്ള എല്ലാം നമുക്ക് അതേ സ്വീറ്റ്നെസ്സിൽ തന്നെ ഫീൽ ചെയ്തു. കാരണം ഞാനൊരു 10-20 വർഷമായിട്ട് ഗൾഫിലുണ്ട്. അപ്പൊ പല സ്ഥലത്തു നിന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടെ ടേസ്റ്റ് കിട്ടാറില്ല. കേക്ക് ആയിരുന്നാലും എന്ത് വാങ്ങുമ്പോഴും നമ്മൾ ഇവിടുത്തെ ആ ടേസ്റ്റോടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് ഏതായാലും സൂപ്പറാണ്. പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്? ആക്ച്വലി ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മേജർ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മളത് ഒരു 4 മാസത്തേക്ക് ഇരിക്കണം അല്ലെങ്കിൽ 5 മാസത്തേക്ക് ഇരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആക്ച്വലി നമുക്ക് അതിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സ്വീറ്റ്സ് ആണെങ്കിലും വളരെ ചെറിയ ഡേറ്റിനാണ്, നമ്മൾ ഡെയിലി പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഏത് ഐറ്റം ആണെങ്കിലും നമ്മൾ വിളിച്ച് പറഞ്ഞാൽ 10ഓളം ഷെഫ് കിച്ചണിലുണ്ട്. അപ്പൊ ഏത് ഐറ്റം വിളിച്ച് പറഞ്ഞാലും 1 മണിക്കൂറിനകത്ത് അവരത് ഉണ്ടാക്കി തരും. അപ്പൊ നമുക്ക് അത്രയും ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ മൊബൈലിലാണെങ്കിലും കരാമയാണെങ്കിലും രണ്ടിടത്തേക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഒരു 100-200 ലഡു നമ്മൾ ഉണ്ടാക്കുന്നു. ഉണ്ടാക്കുന്നെങ്കിൽ അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ ഉണ്ടാക്കേണ്ടത് റെഡിയാണ്. ഇപ്പൊ ഒരു പാർട്ടി ഓർഡർ വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അതും നമുക്കങ്ങനെ വലിയൊരു ദിവസത്തേക്ക് പറ്റില്ല, ഒരു 4-5 ദിവസം മാക്സിമം. അത് കഴിഞ്ഞാൽ അത് കേടുവന്ന് പോകും. കാരണം നമ്മളത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അത് ആഡ് ചെയ്യുന്നില്ല, അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തില്ല. നാട്ടിലാണെങ്കിലും അങ്ങനെയാണ്. കാരണം ഒരു ബേക്കറി പറഞ്ഞാൽ അവിടെയൊക്കെ അത്രയും സെയിൽ ഉള്ളതാണ്, ഗൾഫിലെ പോലെ അല്ല നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് സെയിലായി പോകും. അപ്പൊ അതേ ടേസ്റ്റും അതും നമ്മൾ അതിലൊന്നും ആഡ് ചെയ്യാത്ത നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ ടേസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മേജർ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു മാസം നിൽക്കണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ടേസ്റ്റിന്റെ വേരിയേഷൻ വരും. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ആഡ് ചെയ്യണം. അപ്പൊ അത് ചെയ്യാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ആ നാച്ചുറൽ ടേസ്റ്റ് കിട്ടും. ഇപ്പൊ ജിലേബി ആണെങ്കിലും നമ്മൾ ലൈവായിട്ട് അവര് ആ മാവ് അരച്ച് അതിന് അപ്പൊ തന്നെ ഉണ്ടാക്കി തരും. അപ്പൊ നമുക്ക് 2 ദിവസം 3 ദിവസം നമുക്കത് നിൽക്കുള്ളൂ. ആ 3 ദിവസത്തിനുള്ളിൽ അത് നമ്മളത് സെയിൽ ചെയ്ത് കഴിയണം. അപ്പൊ അത്രയും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ വേണം നമുക്ക്. അപ്പൊ ആ ടേസ്റ്റ് നല്ലതാണ്. ശരിക്കും ഇപ്പൊ നമ്മളിപ്പം എന്താണ് ഫംഗ്ഷൻ ഒക്കെ വരുന്ന ഓർഡറുകൾ എത്രയായിരുന്നാലും ഇപ്പം 1000 ആയിരുന്നാലും നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സെൻട്രൽ കിച്ചൺ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് അതിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെയും കിച്ചൺ ഉണ്ട്. ബ്രെഡ് കേക്കുകളെല്ലാം ഇവിടെ ചെയ്യും. ബാക്കി സ്വീറ്റ്സ് സേവറീസ് എല്ലാം ആ സെൻട്രൽ കിച്ചണിൽ ചെയ്യും. ശരി. ഈ ഇവിടത്തേക്ക് വേണ്ടി, ഈ സെൻട്രൽ കിച്ചണിലേക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇവിടത്തേക്ക് വേണ്ടി എങ്ങനെയായിരുന്നു ആൾക്കാരെ സെലക്ട് ചെയ്തത്? ആക്ച്വലി നമ്മുടെ നോർത്തിന് വേണ്ടിയിട്ട് നോർത്ത് നിന്നുള്ള ആൾക്കാരാണ് വരും. കാരണം കാജു കത്ലി, രസഗുല്ല, രസമലായി, രസഗുല്ല, ഗുലാബ് ജാം ഇതെല്ലാം അവര് ചെയ്താലേ നന്നായിരിക്കുള്ളൂ. അപ്പൊ നോർത്തിലെ ആൾക്കാർ അത് ഉണ്ടാക്കും. സൗത്തിലെ വേണ്ടിയിട്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ തമിഴ്നാട്ടിലുള്ള കുറെ സ്പെഷ്യൽസ് അവരുണ്ടാക്കി തന്നെ നന്നാവുള്ളൂ. പിന്നെ നമ്മുടെ കേരളത്തിലെ പാലക്കാട്ടിൽ നിന്നാണ് ആൾക്കാർ വന്നിട്ട് ചെയ്യുന്നത്. അപ്പൊ അപ്പോഴേ ആ ഒരു ഇന്ത്യൻ ഫുള്ളായിട്ട് നമുക്ക് ആ ടേസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ രീതിക്കാണ് 3 കാറ്റഗറി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഓരോരുത്തരുടെയും നമ്മളിപ്പം ഓരോ സ്ഥലത്തുനിന്ന് വരുന്നതാണ് ഈ പാലക്കാട് എന്ന് പറഞ്ഞ ഫുഡിന്റെ ഒരു നല്ലൊരു കലവറ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് താങ്കളും പിന്നെ പാലക്കാട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ താങ്കളുടെ ഈ ഒരു മേഖലയ്ക്ക് വരാൻ വേണ്ടി ഇപ്പം വേറെ ഏതെങ്കിലും ഒരു സ്വാധീനം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, പാരമ്പര്യമായിട്ട് പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഫുഡും ഇതും ചെറുപ്പം തൊട്ട് തന്നെ കുറച്ച് വലിയ കുടുംബങ്ങളായിരുന്നു. അപ്പൊ അവിടെ എന്നും കാണുന്ന ഇതേപോലെയുള്ള സദ്യകളാണെങ്കിലും ശരി, എല്ലാം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാൻ. ഇപ്പൊ ഒരു കല്യാണം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നേക്ക് അവിടത്തേക്ക് ഒരാഴ്ച മുമ്പ് തുടങ്ങും, ഒരാഴ്ച കഴിഞ്ഞ വരെ ഉണ്ടാവും. ഇത്രയും ദിവസത്തേക്ക് വേണ്ട ലഡു ആണെങ്കിലും ജിലേബി എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. ആൾക്കാർ വന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ചെറുപ്പം തൊട്ട് ഇതന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോ നമുക്കിപ്പോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടുന്ന് കഴിക്കില്ല, എന്തായാലും നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടുവരും. ജിലേബി ചിലപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 ദിവസവും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും അപ്പോഴേക്കും അത് കുറച്ച് കേടുവന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ആയിരുന്നപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഓക്കെ നമുക്ക് ഇവിടെ തന്നെ അത് എങ്ങനെയെങ്കിലും നമുക്ക് മാച്ച് ചെയ്യാന്നുള്ളൊരു
ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതിനുവേണ്ടി ഏകദേശം ഒരു 2 വർഷത്തോളം അതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. പിന്നെ മാസ്റ്റർമാർ വന്ന ശേഷം ഒരു 6 മാസം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് ഫൈനൽ ഔട്ട് കിട്ടിയത്. ആ ഫൈനൽ ഔട്ട് കിട്ടിയത്. ഒരു 6 മാസത്തോളം നമ്മൾ കിച്ചൺ ഓപ്പൺ ആക്കിയിട്ട് ട്രയൽ അടിച്ചിട്ടാണ് 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ. അപ്പം ഇതിന്റെ പിന്നിൽ ഇത്രയും ഒരു പ്രയത്നത്തിലൂടെയാണ് ഈ ഒരു സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറി എന്ന് പറയുന്ന ഒരു സംരംഭം വന്നത്. തീർച്ചയായും. പിന്നെ ഈ ഗൾഫിൽ എത്തിയിട്ട് എത്ര വർഷമായി? ഞാൻ 18 വർഷം. 18 വർഷമായിട്ട് ഗൾഫിലുണ്ട്. ഓക്കെ. ശരിക്കും പ്രൊഫഷണലി ബിസിനസ് ഞങ്ങൾക്ക് വേറൊരു ബിസിനസ് ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് 1.5 വർഷമായിരുന്നു. 2 വർഷം ആവണേ ഉള്ളൂ. സ്പെഷ്യൽ പെയിന്റ്സിന്റെ വാൾ പെയിന്റ്സ് ഒരുവിധം മേജർ ഹോട്ടൽസ് എല്ലാം നമ്മൾ സ്പെഷ്യൽ പെയിന്റ്സ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ കമ്പനി. ഇത് നമ്മൾ തുടങ്ങി. പക്ഷെ ഇപ്പൊ ഇതും മെയിൻ ആയിട്ട് വരികയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ 2 ഔട്ട്ലെറ്റ് ഉണ്ട്. സ്വാഭാവികമായും ഈ അതായത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്തു തുടങ്ങിയാൽ നമ്മുടെ UAE സംബന്ധിച്ചിടത്തോളം അത് എല്ലായിടത്തും അത് വ്യാപിക്കും. കാരണം പറയാം എല്ലാവരും ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് ഇപ്പം അബുദാബിയിലുള്ള ഒരു ടീം ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ തോന്നുന്നു എന്തുകൊണ്ട് ഇത് അബുദാബിയിൽ ആയിക്കൂടാ. അതെ, തീർച്ചയായിട്ടും. അബുദാബിയിൽ നിന്നും മലയിൽ നിന്നും ഒക്കെ നിറയെ നമ്മുടെ കസ്റ്റമേഴ്സ് അവരുടെ ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. ഞങ്ങൾ തന്നെ 1000 പേരോളം ഉണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിക്കൂടാ അവിടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു 5 ഔട്ട്ലെറ്റ് പ്ലാനിലാണ് ഇപ്പൊ നമ്മൾ സെൻട്രൽ കിച്ചൺ എടുത്തിരിക്കുന്നത്, നമ്മൾ സ്റ്റാഫിന് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ കപ്പാസിറ്റി വെച്ചിട്ട് 5 ഔട്ട്ലെറ്റ് നമുക്ക് തുടങ്ങാം. അത്രയും നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 1 by 1 ആയിട്ട് മെല്ലെ ഓപ്പൺ ആകണം. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്? ഇപ്പൊ ഇവിടെ അച്ഛൻ മരിച്ചു, അമ്മ ഇവിടെ വെന്റോക്കുന്നുണ്ട്, വൈഫ്, 2 ആൺകുട്ടികളാണ്. ഓക്കെ. അച്ഛൻ എന്തായിരുന്നു ചെയ്തിരുന്നത്? അച്ഛൻ നേവിയിലായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞു വന്നു. പിന്നെ കുറച്ച് നാട്ടിലെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ വൈഫും മക്കളും ഒക്കെ ഈ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? അവര് റെഡി. അവരെന്തിനാണെങ്കിലും മകനാണെങ്കിലും എന്നെ പോലെ തന്നെയാണ്. എല്ലാത്തിനും വളരെ ആക്റ്റീവാണ്. 7 വയസ്സായിട്ട് വളരെ ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളും ഭയങ്കര സപ്പോർട്ടാണ്. അത് ശരി. സ്വീറ്റ് ബാസ്ക്കറ്റിന്റെ 2 ഔട്ട്ലെറ്റ് ആണ് നമുക്കുള്ളത്. ഒന്ന് മുവൈലിയിലുള്ള ഇതാണ് ഒന്ന്. രണ്ടാമത്തത് കരാമയിലാണ്. ഈ 2 ഔട്ട്ലെറ്റും ശരിക്കും പറഞ്ഞാൽ ശരിക്കും പാർക്കിങ്ങും ഒക്കെ ഉള്ള. കരാമയിൽ നിറയെ പാർക്കിംഗ് ഉണ്ട്. കാരണം നമ്മുടെ പാർക്കിനോട് അടുത്താണ്, ചുറ്റും പാർക്കിംഗ് ആണ്. ഓക്കെ ഉണ്ട്. പക്ഷെ കരാമ ആയത് കാരണം എപ്പോഴും ബിസിയാണ് അവിടെ. എങ്കിലും പാർക്കിങ്ങിന് ബുദ്ധിമുട്ടില്ല. ചുറ്റും ഇതില്ല. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഫ്രണ്ട് ഫുള്ള് പാർക്കിംഗ് ഉണ്ട്, ബാക്ക് സൈഡ് പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിന് ക്ഷാമമില്ല അവിടെയാണെങ്കിലും. അതുപോലെ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്നത് കഴിക്കാൻ ആൾക്കാര് നല്ലപോലെ വരും. ഇപ്പൊ നമ്മുടെ ചക്ക വരട്ടിയത് നിങ്ങളുടെ അവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അത് കിട്ടാണ്ട് കാരണം നമുക്ക് ചക്ക കിട്ടണം. കുറെ കാലം ശ്രീലങ്കയിൽ അന്വേഷണം നടന്നു. കാരണം അവിടെ എല്ലാപ്പോഴും ചക്ക കിട്ടുന്ന ഇതാണ്. നമ്മുടെ സീസൺ ആയിട്ടല്ലേ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ അതിനുവേണ്ടി കുറെ ശ്രമിച്ചു, നടന്നില്ല. ലാസ്റ്റ് കേരളത്തിൽ തന്നെ ഒരു ടീം ചക്ക നമുക്ക് തരുന്നുണ്ട്. അതായത് അപ്പോ അവിടുന്ന് പഴം അത് നമ്മൾ പ്രൊസസ് ചെയ്തിട്ട് ചക്ക വരട്ടിയത് ഇപ്പൊ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ചക്ക വരട്ടിയ സെയിം നമ്മുടെ നാട്ടിലെ ടേസ്റ്റില്. കാരണം ഓരോന്നും നമുക്ക് വേണ്ടപ്പെട്ട എന്താണ് അത് റിസർച്ച് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എത്തിക്കുന്നുണ്ട് അല്ലേ? ആരെങ്കിലും ഇപ്പം ഡിമാൻഡ് പറയണം എനിക്ക് ഇന്ന ഒരു സ്വീറ്റ്സിന്റെ വേണം, നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇവിടെയുള്ള ഏകദേശം ഒരു 300ഓളം സ്വീറ്റ്സും 300ഓളം സാവറീസും നമ്മുടെ ലിസ്റ്റിലുണ്ട്. അപ്പൊ നമ്മളൊരു 5-10 എണ്ണമാണ് റെഗുലർ ആയിട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ കേരള മിക്സർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഡെയിലി കുറഞ്ഞ കസ്റ്റമേഴ്സ് ഉള്ളതാണ്. അപ്പൊ അതൊഴികെ ബാക്കിയുള്ള എല്ലാം നമ്മൾ അഡീഷണൽ ആയിട്ട് പുതിയത് വന്നിട്ടുണ്ട്. കാരണം ഒരു മാസ്റ്റർ വരുമ്പോൾ അവർക്ക് മിനിമം 80ഓളം ലിസ്റ്റ് ഉണ്ടാവും ഞാനിത് ചെയ്യുന്നത്. അപ്പൊ അതില് ഈ 10 മാസ്റ്റേഴ്സിൽ ആരുടെയാണ് ഏത് ഐറ്റമാണ് നല്ലത് ആ ആൾക്ക് ആ ഐറ്റം മാത്രമേ ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുമല്ലോ. ഗ്രേറ്റ്. അപ്പൊ ഏതായാലും ഈ സ്വീറ്റ് ബാസ്ക്കറ്റ് എന്നുള്ളൊരു ബേക്കറി കൺസെപ്റ്റ് കൊണ്ടുവരികയും അപ്പൊ അതിലൂടെ നല്ല അതായത് നമ്മുടെ കേരളത്തിന്റെ തനിമ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ തനിമയുള്ള വിഭവങ്ങൾ സ്വീറ്റ്സ് എത്തിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ നല്ല കാര്യം. വ്യത്യസ്തരായ പാചകക്കാരെ ഇവിടെ എത്തിച്ചു. അതായത് ഓരോ നാടിന്റെയും ഓരോ ടേസ്റ്റ് ആണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാടിന്റെ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ, ഇപ്പം രസഗുള്ള, ഗുലാബ് ജാം അങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും നോർത്ത് ഇന്ത്യന്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം കേരളത്തിൽ തന്നെ പാലക്കാടാണ് ഏറ്റവും നല്ല ഫുഡിന്റെ കല പറയുന്നത്. അപ്പൊ അവിടെയുള്ള പാചകക്കാരെ കൊണ്ടുവരുന്നു. അപ്പൊ എന്നിട്ട് ഏറ്റവും മനോഹരമായ ഏറ്റവും സ്വീറ്റി ആയിട്ടുള്ള സ്വീറ്റ് ബാസ്ക്കറ്റിലൂടെ ആൾക്കാരിലേക്ക് ബേക്കറി ഐറ്റംസ് എത്തിക്കുന്നു അല്ലേ? അപ്പം അതിനുവേണ്ടി അങ്ങെടുത്ത ആ ഒരു ശരിക്കും ബിസിനസ്സാണ് എങ്കിൽ പോലും
അതിന് നമുക്കത് വിജയിക്കാം, അത് ട്രബിൾ വരാം, പക്ഷേ അത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ അത് വിജയിച്ചു എന്ന് പറയാം. കാരണം ഇത്രയും അധികം കസ്റ്റമേഴ്സ് തേടിയെത്തുകയും ഓരോരുത്തരും ഇതിനെ ഡിമാൻഡ് ചെയ്യുന്നു. അതായത് ഞങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ ടേസ്റ്റ് ഉള്ളൊരു സാധനം ഇവിടെ കിട്ടുന്നുണ്ട്. അത് എനിക്ക് നമ്മുടെ അറിവിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ നാടിൻ്റെ അതേ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അത് 100% നിതിൻ അതിൽ വിജയിച്ചു. താങ്ക് യു എന്ന് പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് മൂവ്മെന്റില് ഒരു 6 മാസത്തോളം ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മള് കുറച്ച് മെല്ലെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആൾക്കാർ എത്തി. പക്ഷെ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയും നമുക്ക് അന്ന് ഫസ്റ്റ് വന്ന കസ്റ്റമർ തൊട്ടിട്ട് നമുക്കത് പോവാതെ ഇവിടെ നിലനിർത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. നമ്മൾ ആ ടേസ്റ്റിൽ മാറ്റങ്ങൾ വരുത്താതെ അതേ ക്വാളിറ്റിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതേ അന്നത്തെ തൊട്ട് ഇന്ന് വരെയും അതേ കസ്റ്റമേഴ്സ് ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, എനിവേ താങ്ക് യു അവർ TV 24/7 ഇത്രയും നേരം സംസാരിച്ചതിലും ഈ വിവരങ്ങൾ തന്നതിലും. ഇനിയും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ 5 ഔട്ട്ലെറ്റ് എന്നുള്ളതല്ല, എല്ലാ UAE മാത്രമല്ല അത് GCC-യിലൊക്കെ പടർന്ന് പന്തലിച്ച് വലിയൊരു സംരംഭമായി മാറട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും. താങ്ക് യു.